കരുനാഗപ്പള്ളി സ്വദേശിനിയായ വിജയലക്ഷ്മിയെ കാണാനില്ലെന്ന പരാതിയുടെ അന്വേഷണമാണ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. കൃത്യം നടന്നതും മൃതദേഹം വീണ്ടെടുത്തതും അമ്പലപ്പുഴ സ്റ്റേഷൻ പരിധിയിലായതിനാൽ കേസ് കരുനാഗപ്പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റും. അടുത്ത ദിവസങ്ങളിൽ തന്നെ അമ്പലപ്പുഴ പോലീസ് പുതിയ FIR രജിസ്റ്റർ ചെയ്യും. ഇതിനുശേഷമാകും പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് കോടതിയെ സമീപിക്കുക. പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് കൊലപാതകത്തിന്റെ പ്രേരണയെന്നാണ് ജയചന്ദ്രന്റെ മൊഴി. മറ്റു ബന്ധങ്ങളെ ചൊല്ലി ഇരുവരും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കിടാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിജയലക്ഷ്മിയെ കരുതിക്കൂട്ടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയതാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. യുവതിയുടെ ദേഹത്തുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ 1,70,000 രൂപയ്ക്ക് ആലപ്പുഴയിലെ ജ്വല്ലറിയിൽ വിറ്റെന്നാണ് പ്രതിയുടെ മൊഴി. ഇതിൽ 1 ലക്ഷം രൂപ കടം വീട്ടാനായി ഉപയോഗിച്ചു. വിജയലക്ഷ്മി ഈ മാസം 6-ാം തീയതി മുതലാണ് കാണാതാകുന്നത്. പോലീസിന് അപ്രതീക്ഷിതമായി ലഭിച്ച യുവതിയുടെ മൊബൈൽ ഫോണാണ് കേസിന് വഴിത്തിരിവുണ്ടാക്കിയത്. വിവാഹമോചിതയായ വിജയലക്ഷ്മി ഭാര്യയും മകനുമുള്ള ജയചന്ദ്രനുമായി വർഷങ്ങളായി അടുപ്പത്തിലാണ്. മറ്റാരുമില്ലാതിരുന്ന സമയത്ത് വിജയലക്ഷ്മി ജയചന്ദ്രന്റെ വീട്ടിലെത്തി. പുലർച്ചെ യുവതിയുടെ മൊബൈൽ ഫോണിലേക്ക് മറ്റൊരു പുരുഷന്റെ കോൾ വന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ അവസാനിച്ചത്. വിജയലക്ഷ്മിയെ വെട്ടുകത്തിക്കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം വീടിനോട് ചേർന്നുള്ള മറ്റൊരു പറമ്പിൽ കുഴിച്ചിടുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങിയ വിജയലക്ഷ്മിയുടെ മൃതദേഹം കരുനാഗപ്പള്ളി ആദിനാട്ടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.